dear friends, welcome back to my YouTube channel. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലണ്ടൻ ഐയിലോട്ടുള്ള നമ്മുടെ ഒരു യാത്രയാണ്. അപ്പം നമ്മൾ വാട്ടർലൂ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നു. ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നടന്നു പോയത്. അപ്പം നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ലണ്ടനയുടെ അടുത്ത് എത്താറായി. നമ്മൾ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ നേരിട്ട് ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും. നല്ല ഓഫറിൽ, അതായത് ബ്ലൂ ലൈറ്റ് കാർഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഓഫറിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 20% ഓഫ് നമ്മൾ ഈ കോംബോ ഓഫർ ബുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടും. വലിയ നീണ്ട ക്യൂവിൻ്റെ അടുത്ത് നമ്മളും ചെന്ന് കയറി പതിയെ നീങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ക്യാബിനകത്ത് ഓൾമോസ്റ്റ് ഒരു 10 പേരെങ്കിലും കയറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫില്ലപ്പായി പോകുന്നതുകൊണ്ട് ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലണ്ടനിൽ കയറി ഫൈനലി. ഇത് കണ്ടില്ലേ, അവരെത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഒരു സെറ്റ് ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അടുത്ത സെറ്റ് ആൾക്കാരെ കയറ്റുന്നത്. കാരണം അതുപോലെ അവർ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് റൗണ്ട് ചെയ്ത് പോകുന്നത്. കാരണം അതുപോലെ തന്നെ നമ്മൾ സ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏകദേശം 25 to 30 മിനിറ്റ്സ് ആണ് ഈ ഒരു 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം എടുക്കുന്നത്. ആ ഒരു കംപ്ലീറ്റ് 1 റൗണ്ടിൽ നമുക്ക് എല്ലാം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട്. As you face the river, the first bridge to your right is the Hungerford Bridge. It's a Victorian tower on the left, the square building with a dark green roof and a flagpole in the middle. Over the years, the Savoy has had a lot of famous guests, from Frank Sinatra, Marilyn Monroe, and Charlie Chaplin. നിങ്ങളിപ്പോൾ കേട്ടതുപോലെ അവർ ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വോയിസ് നമുക്ക് ഓരോ എന്താ പറയുക അട്രാക്ഷൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് നമുക്ക് കാണാൻ പറ്റുന്ന ഡയറക്ഷൻസ് അവർ പറഞ്ഞു തന്ന് അതെന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നല്ല ക്ലിയർ ആയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സ്ലോ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത്രയും സ്ലോ ആയിട്ട് അത് മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും സമയം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണാനും വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ടൈം കിട്ടും. ഇനിയും നമ്മൾ മുകളിലെത്തിയിട്ടില്ല. നമ്മളിങ്ങനെ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും അതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ടോപ്പിലെത്തിയിട്ടുള്ള ആ വ്യൂ അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എത്താറായി, ഏകദേശം എത്തിയെന്ന് പറയാം. Like diamonds in the sky, shine bright like a diamond, shine bright like a diamond, shine bright like a diamond, beautiful like diamonds in the sky, shine bright. അങ്ങനെ നമ്മൾ ലണ്ടനിലെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റിനും ലണ്ടൻ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫോണിനകത്ത് എത്രയും മാത്രം അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിനകത്ത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
പിന്നെ താഴോട്ട് നോക്കുമ്പോൾ പേടിയുള്ളവരാണെങ്കിൽ താഴോട്ട് നോക്കരുത്, കാരണം നന്നായിട്ട് പേടി വരും. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ അടിപൊളിയാണ്, നമുക്ക് ഫുള്ള് കാണാം. ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം. നമ്മളെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ലണ്ടനായി അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് 1 റൗണ്ട്. താഴോട്ടുള്ള ഞാൻ ഓൾറെഡി എടുക്കാനാണ് നമ്മൾ, കാരണം ഒരു സൈഡ് എടുത്തു 2 സൈഡ് എടുത്തുമ്പോഴേക്കും മഹാ ബോറായിപ്പോയില്ല, 2 സൈഡിലായിപ്പോഴേക്കും. അങ്ങനെ ഞാൻ പോലും ചെയ്തത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. കാരണം കയറുന്ന ഒരു സൈഡും ഇറങ്ങുന്ന സൈഡും ഡിഫറെൻ്റ് ആണ്, കാരണം ഡിഫറെൻറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഏകദേശം ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, ഒരു 10-12 പേരുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ ഇറങ്ങി. അവസാനം ഇറങ്ങുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ എൻ്റെ ലണ്ടനൈൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.